Hello guys, this is Sajil and welcome back to another episode of Sajil's Tech Center. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇ ബുക്ക് കവറിനെ കുറിച്ചാണ്. ഒരുപാട് പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്ത ഒരു ട്യൂട്ടോറിയലാണ്. അതായത് ഇ ബുക്ക് കവർ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതായത് നമുക്ക് സെല് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച്. അപ്പോൾ ഏതൊരു ഫ്രീലാൻസിങ് സൈറ്റുകളിലും നിങ്ങൾക്ക് ഈ ഒരു ഇ ബുക്ക് കവർ സെല് ചെയ്യാൻ സാധിക്കും. ഇ ബുക്ക് എന്ന് പറഞ്ഞാൽ വളരെ ഡിമാൻഡുള്ള ഒരു സർവീസ് തന്നെയാണ്. കാരണം ഇപ്പോൾ യു എസിലോ അല്ലെങ്കിൽ കനാഡിയൻസ് ഒക്കെ ഏറ്റവും കൂടുതൽ അവർ ബിസിനസ് ചെയ്യുന്നത് ഇ ബുക്ക് സെൽ ചെയ്തിട്ടാണ്. ഇപ്പോൾ ഒരുപാട് അഫിലിയേറ്റ് വെബ്സൈറ്റുകളുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജെവിസു, അതുപോലെ തന്നെ മറ്റുള്ള ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്. ഇതിലെല്ലാം ഇവർ ചെയ്യുന്നത് അവരുടെ അറിവ്, അവർക്കുള്ള അറിവ് വെച്ചിട്ട് ഒരു ഇ ബുക്ക് അവർ ക്രിയേറ്റ് ചെയ്യും. അത് ഇപ്പോൾ $10 $20 അവർ ഇതുപോലുള്ള വെബ്സൈറ്റിൽ അഫിലിയേറ്റ് കമ്മീഷൻ കൊടുത്തിട്ട് മറ്റുള്ളവരെ കൊണ്ട് വിൽപ്പന നടത്തിക്കും. അവർക്കൊരു കമ്മീഷൻ കൊടുക്കും. അപ്പോൾ ഇതുപോലുള്ള സെല്ലേഴ്സിന് ഏറ്റവും കൂടുതൽ ആവശ്യം അല്ലെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഈ ഇ ബുക്ക് കവർ എന്ന് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ നമുക്ക് ഇ ബുക്ക് കവർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടെംപ്ലേറ്റ്സ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് തരുന്നുണ്ട്. അതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഏകദേശം 10-12 ടെംപ്ലേറ്റ്സ് ഉണ്ട്. ഈ ടെംപ്ലേറ്റ്സ് മാത്രം നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ ക്ലയന്റിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് അവരുടെ കളറോ അല്ലെങ്കിൽ അവരുടെ ഇമേജോ അവരുടെ ടെക്സ്റ്റ് ഒക്കെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് ഒരു നല്ല പ്രൊഫഷണൽ ലുക്കുള്ള ഇ ബുക്ക് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും, സെല് ചെയ്യാനും സാധിക്കും. ഏകദേശം $10 മിനിമം നിങ്ങൾക്ക് ഇതിൽ ചാർജ് ചെയ്യാനും സാധിക്കും. ഇപ്പോൾ ക്ലയന്റ് പറയുകയാണ് അവർക്ക് ഇതിന്റെ സോഴ്സ് ഫയൽ വേണം അല്ലെങ്കിൽ വർക്കിംഗ് ഫയൽ വേണം എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു എക്സ്ട്രാ $25 നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും. അതുകൂടാതെ ഈ സോഴ്സ് ഫയൽ നിങ്ങൾക്ക് കൊടുക്കാം. കാരണം ഞാൻ ഈ തരുന്ന ടെംപ്ലേറ്റ്സ് എല്ലാം PSD ഫയലാണ്, ഫോട്ടോഷോപ്പ് ഫയലാണ്, ഫുള്ളി എഡിറ്റബിൾ ഫയലാണ്. ഓരോ ലെയർ ബൈ ലെയറിലായിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ ഫോട്ടോഷോപ്പിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഡിറ്റ് ചെയ്യാം. ഇത് ജസ്റ്റ് ഒരു കോപ്പി പേസ്റ്റ് ജോബാണ്. നിങ്ങൾ ഈ പറയുന്നത് കേട്ടൊന്നും വളരെ ബുദ്ധിമുട്ടുള്ള ജോബൊന്നുമല്ല, കോപ്പി പേസ്റ്റ് ജോബാണ്. സാധാരണ നമ്മൾ തമ്പനെയിൽ ക്രിയേഷൻ ഒക്കെ പോലെ തന്നെ ടെംപ്ലേറ്റ് യൂസ് ചെയ്ത് ചെയ്യുന്ന ഒരു ജോബാണ്. അപ്പോൾ നിങ്ങളുടേതായ രീതിയിൽ അല്ലെങ്കിൽ ക്ലയന്റ് തരുന്ന റിക്വയർമെന്റ്സ് അനുസരിച്ച് അവരുടെ ടെക്സ്റ്റും ഇമേജും എല്ലാം കോപ്പി പേസ്റ്റ് ചെയ്യുക. ഫോട്ടോഷോപ്പ് ഇതിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണം. ഇപ്പോൾ ഫോട്ടോഷോപ്പ് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇല്ലെങ്കിൽ ഫോട്ടോപി എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഫോട്ടോഷോപ്പ് ഇൻസ്റ്റാൾ ചെയ്യാതെ ഫോട്ടോപിയിൽ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ടെംപ്ലേറ്റ് എല്ലാം ഓപ്പൺ ചെയ്ത് വർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ മൊബൈലിൽ ഈ ഒരു സർവീസ് ചെയ്യാൻ പറ്റില്ല. മൊബൈലിൽ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു സർവീസിനെ കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നതാണ്. ഈ കവറൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് നല്ല പ്രൊഫഷണലി ലുക്കുള്ള ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് ഞാൻ മറ്റുള്ള വീഡിയോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു തരുന്നതാണ്. അപ്പോൾ ഫോട്ടോഷോപ്പ് അത്യാവശ്യം അറിവുള്ള ആളുകൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഇപ്പോൾ ഒട്ടും ഒരു സ്കില്ലും ഇല്ലാത്ത ആളുകൾക്കും ഞാൻ ഈ കാണിച്ചു തരുന്ന ട്യൂട്ടോറിയൽസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് സെല് ചെയ്യാൻ സാധിക്കും. ഏതൊരു വെബ്സൈറ്റിലും നിങ്ങൾക്ക് ഇത് സെല് ചെയ്യാം. സോ അതിനെക്കുറിച്ചൊരു കംപ്ലീറ്റ് വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ ഈ ദിവസം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇ ബുക്ക് കവർ ഡിസൈനെ കുറിച്ചാണ്. അപ്പോൾ ഇത്രയും നാൾ ഞാനിപ്പോൾ ഗ്രാഫിക് ഡിസൈൻ അല്ലെങ്കിൽ ഗ്രാഫിക് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകളിലൊക്കെ പറഞ്ഞു. ഒരുപാട് വർക്കുകളെ കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിലെല്ലാം വെച്ചിട്ട് ഏറ്റവും കൂടുതൽ വർക്ക് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു സർവീസാണ് ഈ ഇ ബുക്ക് കവർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് 5skid എന്ന് പറയുന്ന ആ വെബ്സൈറ്റിലെ ഇ ബുക്ക് കവർ ക്രിയേഷൻ്റെ സെല്ലേഴ്സിൻ്റെ അക്കൗണ്ടാണ്. അതുപോലെ തന്നെ നമുക്ക് ഫൈവറിലും ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു സർവീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു ഫ്രീലാൻസിങ് വെബ്സൈറ്റുകളിലും അല്ലെങ്കിൽ ലോക്കലായിട്ട് നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാനും സാധ്യമാകുന്ന ഒരു സർവീസാണ്. അപ്പോൾ ഈ ബുക്കിൽ കൂടുതൽ വർക്ക് നിങ്ങൾക്ക് ലഭിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നതിന് കാരണം അഫിലിയേറ്റ് വെബ്സൈറ്റുകളിൽ അല്ലെങ്കിൽ ഇപ്പോൾ കമ്മീഷൻ ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന വെബ്സൈറ്റുകൾ ലൈക്ക് ക്ലിക്ക് ബാങ്ക്, കമ്മീഷൻ ജംഗ്ഷൻ, ജെവിസു ഇതുപോലുള്ള ഹൈ ക്വാളിറ്റി അഫിലിയേറ്റ് വെബ്സൈറ്റുകളിലെല്ലാം ഏറ്റവും കൂടുതൽ സെയിൽസ് നടക്കുന്നത് ഇ ബുക്കുകളാണ്. അപ്പോൾ അതുപോലുള്ള വെബ്സൈറ്റുകളിൽ ഉള്ള സെല്ലേഴ്സ്, ഇ ബുക്ക് ക്രിയേറ്റേഴ്സ്, അവർ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ദിവസം 2-3 ഇ ബുക്കൊക്കെ ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന ആളുകളുണ്ട് ഇതുപോലുള്ള വെബ്സൈറ്റുകളിൽ. അപ്പോൾ അവർക്കൊക്കെ ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത് ഇ ബുക്ക് കവറാണ്. അപ്പോൾ ഇ ബുക്ക് കവർ ക്രിയേറ്റ് ചെയ്യാനുള്ള സമയവും മറ്റു മെത്തേഡുകളൊന്നും അവർക്ക് അറിയാത്തത് കാരണം അവർ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇതുപോലുള്ള ഫ്രീലാൻസേഴ്സിനെയാണ്. അപ്പോൾ അവർ ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് തരുന്നത് ഒന്നില്ലെങ്കിൽ ഫൈവർ അല്ലെങ്കിൽ 5skid എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്ന് തന്നെയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഓരോ സെല്ലേഴ്സിനും ഇതിൽ കിട്ടിയിരിക്കുന്ന റിവ്യൂസ് 283, 450 റിവ്യൂസ് ഒക്കെയാണ് ഓരോ ഇ ബുക്ക് കവർ സെല്ലേഴ്സിനും കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരുപാട് പേര് ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സെയിൽസ് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു സർവീസ് കൂടിയാണ്. നമുക്ക് ഏതെങ്കിലും ഒരു ഗിഗ് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഈ കാണുന്ന ഇ ബുക്കുകളെയൊക്കെ കുറിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ വലിയ ഐഡിയ ഒന്നും ഉണ്ടാവില്ല.
പക്ഷേ ഞാൻ ഈ ഒരു വീഡിയോയിലെ ഡിസ്ക്രിപ്ഷനിലൂടെ നിങ്ങൾക്ക് 15 ഇ ബുക്ക് കവറിൻ്റെ ടെംപ്ലേറ്റ്സ് തരുന്നുണ്ട്. ഈ ടെംപ്ലേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് 5 മിനിറ്റോ അല്ലെങ്കിൽ 3 മിനിറ്റോ കൊണ്ട് നിങ്ങൾക്ക് $5 $10 ഏൺ ചെയ്യാൻ സാധിക്കും വർക്ക് വരുന്നതനുസരിച്ച്. അപ്പോൾ അതിൻ്റെ സാമ്പിൾസ് ഞാൻ ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതെല്ലാം ഹൈ ക്വാളിറ്റി അല്ലെങ്കിൽ പ്രീമിയം ടെംപ്ലേറ്റ്സ് ആണ്. ഇത് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ ക്ലയൻസിന് സബ്മിറ്റ് ചെയ്യാം. യാതൊരു കോപ്പിറൈറ്റ് പ്രശ്നവും വരില്ല. ഇപ്പോൾ ചില ആളുകൾക്ക് ഡൗട്ട് ഉണ്ട്, ഞാൻ തരുന്ന ഈ ടെംപ്ലേറ്റ്സ് ഇപ്പോൾ അവർ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോപ്പിറൈറ്റ് പ്രശ്നം വരുമോ എന്നുള്ളതിനെയൊക്കെ കുറിച്ച്. ഒരിക്കലുമില്ല, കാരണം ഇതെല്ലാം പ്രീമിയം ടെംപ്ലേറ്റ്സ് ആണ്. ഞാൻ തരുന്നതിൽ മിക്കതും എക്സ്റ്റൻഡഡ് ലൈസൻസ് കൂടിയുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ ലൈസൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ലൈസൻസ് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്യാൻ ബി എഡിറ്റഡ് കംപ്ലീറ്റ്ലി, ക്യാൻ ബി സെൻഡ് ടു യുവർ ഡിസൈൻ ടു എഡിറ്റ് ദ ടെംപ്ലേറ്റ് ഫോർ യു, അൺലിമിറ്റഡ് പ്രോജക്ട്സ് ഫോർ യുവർ ഓൺ അല്ലെങ്കിൽ അൺലിമിറ്റഡ് ക്ലയൻറ്റ് പ്രോജക്റ്റ്. അപ്പോൾ ക്ലയൻസിന് വേണ്ടിയിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഈ ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ദിസ് ബണ്ടിൽ കംസ് വിത്ത് എ കമേഴ്ഷ്യൽ യൂസ് ലൈസൻസ് ഗിവൻസ് യു ദ റൈറ്റ് ടു യൂസ് ഇൻ മൾട്ടിപ്പിൾ പേഴ്സണൽ ആൻഡ് കമേഴ്ഷ്യൽ പേർപ്പസസ്. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട്, കമേഴ്ഷ്യൽ പേർപ്പസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ 15 ടെംപ്ലേറ്റ്സ് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വർക്ക് ചെയ്യാൻ സാധിക്കും. കാരണം ക്ലയൻറ്റ് തരുന്ന ഇമേജ് അല്ലെങ്കിൽ അവരുടെ സർവീസ് അനുസരിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ കളർ ചേഞ്ച് ചെയ്യുകയോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ചേഞ്ചോ എന്തെങ്കിലും ചെയ്തിട്ട് നിങ്ങളുടേതായ രീതിയിൽ ചേഞ്ച് ചെയ്തിട്ട് അവർക്ക് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഏത് ടെംപ്ലേറ്റ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാൻ വളരെ സിമ്പിളായിട്ട് PSD ഫയലാണ് ഫോട്ടോഷോപ്പിലിട്ട് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് എഡിറ്റ് ചെയ്യുന്ന എങ്ങനെയെന്ന് ഞാൻ ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അതിനു മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത്, ഇതിൽ ഫോണ്ട് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ട്. ഈ ഫോണ്ട് ഫയലിൽ ഉള്ള ഫോണ്ടുകളെല്ലാം നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തിടുക. അതല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഫോട്ടോഷോപ്പിൽ ഏതെങ്കിലും ഒരു ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ എറർ കാണിക്കുമ്പോൾ ആ ഒരു ഫോണ്ട് വേണമെങ്കിൽ ഇതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്താലും മതി. ഇപ്പോൾ ഫോണ്ട് ഇൻസ്റ്റാളേഷൻ ഏതിനു മുമ്പുള്ള വീഡിയോയിലും കാണിച്ചതാണ്, ഒന്നുകൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരു ഫോണ്ട് എനിക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, മുകളിൽ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ബട്ടൺ കാണും, അതിൽ പ്രസ് ചെയ്യുക. ഓക്കെ, ഒന്ന് വെയിറ്റ് ചെയ്യണം 2-3 സെക്കൻഡ്. ദാറ്റ്സ് ഇറ്റ്, ക്ലോസ് ചെയ്യുക. അപ്പോൾ ആ ഒരു ഫോണ്ട് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടാവും. ഫോട്ടോഷോപ്പ് എടുക്കുമ്പോൾ ആ ഫോണ്ട് യാതൊരു എററും കാണിക്കില്ല. ഓക്കെ, അപ്പോൾ ഈ 15 ടെംപ്ലേറ്റ്സിൻ്റെ ഡൗൺലോഡബിൾ ലിങ്ക് ഞാനിത് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. നിങ്ങൾ ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുക ക്ലയൻസിന്, എന്നിട്ട് ക്ലയൻറ്റിൻ്റെ ഡീറ്റെയിൽ അനുസരിച്ച് അത് എഡിറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ജസ്റ്റ് ഫൈവറിലും ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിലും ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്. വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും നല്ല റിവ്യൂസും നല്ല ഓർഡേഴ്സും ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് തന്നെ ടോപ്പ് റേറ്റഡ് സെല്ലർ ഒരു സ്ത്രീയാണ്. അവരുടെ നമ്മൾ ഈ അക്കൗണ്ട് ജസ്റ്റ് നമുക്കൊന്ന് എടുത്തു നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാനിപ്പോൾ തന്നിരിക്കുന്ന ടെംപ്ലേറ്റ്സ് പോലെ ഏകദേശം ഉള്ള ടെംപ്ലേറ്റ്സ് ഒക്കെയാണ് ഇവർ വിൽപ്പന നടത്തുന്നത്. ഇവരും മെയിൻലി ടെംപ്ലേറ്റ്സ് തന്നെയായിരിക്കും യൂസ് ചെയ്യുന്നത്. അവരുടേതായ രീതിയിൽ ചെറിയ കളർ ചേഞ്ചും മറ്റു ഫോണ്ട് ചേഞ്ചൊക്കെ ചെയ്തിട്ടായിരിക്കും സബ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാം അവരുടെ പ്രീവിയസ് വർക്ക് എല്ലാം. അപ്പോൾ ഇവരുടെ അക്കൗണ്ടിൽ നമുക്കിപ്പോൾ നോക്കിയാൽ കാണാം 88 ഓർഡർ ഈ ഒരു സമയത്തും ക്യൂ ഉണ്ട് അവർക്ക്. അതായത് ലോക്ക്ഡൗൺ പ്രോസസ്സൊക്കെ നടക്കുന്ന ഒരു സമയത്തായിട്ടും 88 ഓർഡർ ഇപ്പോഴും ക്യൂ ഉണ്ട്. അവർ ബേസിക് സ്റ്റാർട്ട് ചെയ്യുന്നത് $10. അപ്പോൾ നിങ്ങളിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ $5 തന്നെ കൊടുത്താൽ മതി. കാരണം പുതിയ അക്കൗണ്ടൊക്കെയാണ്. ഇപ്പോൾ ബയേഴ്സ് വന്നിട്ട് ഫിൽറ്റർ ചെയ്യും, ചിലപ്പോൾ അവർ ചീപ്പ് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിൽറ്റർ ഇവിടെ നിന്നിട്ട് സോർട്ട് ചെയ്യും. ഫിൽറ്ററൊക്കെ ചെയ്തെടുക്കുമ്പോൾ ബജറ്റ് 5 ആണ് കൊടുക്കുന്നതെങ്കിൽ ഇവരുടെ ഈ അക്കൗണ്ട് വരുന്നതിന് ഫ്രണ്ട് പേജിൽ നിങ്ങളുടെ അക്കൗണ്ട് വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. $5 ആണ് ഇപ്പോൾ ക്ലയൻറ്റിൻ്റെ ബജറ്റ് എന്ന് വിചാരിച്ച് ഫിൽറ്റർ ചെയ്ത് അപ്ലൈ ചെയ്യുമ്പോൾ ഈ $10 എല്ലാം താഴെ പോവും. ചീപ്പ് പ്രോഡക്ട്സ് എല്ലാമായിരിക്കും ഫ്രണ്ടിൽ വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം $5 പ്രോഡക്ട്സ് എല്ലാം ഫ്രണ്ടിലേക്ക് വരും. അപ്പോൾ പുതിയ സെല്ലറൊക്കെ ആണെങ്കിൽ അവർ കൂടുതൽ പ്രൊമോട്ട് ചെയ്യും കൂടുതൽ. അപ്പോൾ നിങ്ങളുടെ ഗിഗും ഇതിൻ്റെ ഫ്രണ്ട് പേജിൽ വരാനുള്ള ചാൻസ് ഉണ്ട് ഈ ബുക്ക് കവറിന്. ഓക്കെ, ഇനി നമുക്കിത് എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് ഫയലിൽ പോയിട്ട് ഓപ്പൺ ചെയ്യുക. ദെൻ ആ ഫയൽ, ഞാൻ തരുന്ന ഫയൽ ബ്രൗസ് ചെയ്തെടുക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഈ ഫസ്റ്റ് ഫയൽ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഞാൻ എപ്പോഴും കാണിക്കുന്നത് പോലെ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ T എടുക്കുക, സെലക്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇതിൽ എറർ കാണിക്കാത്തത് ഈ ഒരു ഫോണ്ട് എൻ്റെ സിസ്റ്റത്തിൽ ഓൾറെഡി ഉള്ളത് കൊണ്ടാണ് ഈ ടെക്സ്റ്റ് ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ എറർ ഒന്നും കാണിക്കാത്തത്. ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ സജിൽ ലത്തീഫ് എന്ന് ജസ്റ്റ് ഒന്ന് വെറുതെ കൊടുക്കുകയാണ്. ഇതിൻ്റെ സൈസൊക്കെ നമുക്ക് ഇവിടെ നിന്ന് എഡിറ്റ് ചെയ്ത് മാറ്റാം. ഓക്കെ, ഈ ഒരു ടെക്സ്റ്റ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, മാർക്കറ്റിംഗ് ഹാബിറ്റ് സെലക്ട് ചെയ്യുക,
ടി എടുക്കുക, വീണ്ടും ഇതുപോലെ സെലക്ട് ചെയ്യുക, ചേഞ്ച് ചെയ്യുക. ഇപ്പോൾ സെക്കൻഡ് ഞാൻ സെലക്ട് ചെയ്തപ്പോൾ സെക്കൻഡ് ടെക്സ്റ്റ് സെലക്ട് ചെയ്തപ്പോൾ ഇവിടെ എറർ കാണിക്കുന്നു. കാരണം ഈ ഒരു ഫോണ്ട് എൻ്റെ സിസ്റ്റത്തിലില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഫോണ്ട് ഫോൾഡറിലുള്ള എല്ലാ ഫോണ്ടുകളും നിങ്ങൾ ഇതിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക്. അപ്പോൾ ഇതുപോലെയാണ് ടെക്സ്റ്റ് എല്ലാം നമ്മൾ എഡിറ്റ് ചെയ്യേണ്ടത്. ഇനി ബാക്ക്ഗ്രൗണ്ട് ഇമേജ് നമുക്കിപ്പോൾ എഡിറ്റ് ചെയ്യണം അല്ലെങ്കിൽ മറ്റ് മാറ്റങ്ങൾ എന്തെങ്കിലും വരുത്തണമെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ ഫോൾഡർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഈ കളർ ബ്ലൂ കളർ നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ വന്നിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ ക്ലയൻറ്റിൻ്റെ ഡീറ്റെയിൽ അനുസരിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഓക്കെ കൊടുക്കുക. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെല്ലാം സെയിം ആണ്. ജസ്റ്റ് സെലക്ട് ചെയ്യുക, കളറും ഫോണ്ട് കളറും മറ്റു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇപ്പോൾ ആ ഫോണ്ട് ഇല്ലാത്ത കാരണമാണ് എറർ വീണ്ടും കാണിച്ചത്. അപ്പോൾ ഈ ഒരു സെക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ഷേപ്പ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും എഡിറ്റൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഷേപ്പ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലെയർ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതനുസരിച്ച് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ, അതുപോലെ ഈ മുകളിലുള്ള ഭാഗം നിങ്ങൾക്ക് ഇപ്പോൾ കളറെല്ലാം ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. വളരെ സിമ്പിളാണ്, വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. 5 മിനിറ്റ് ഒന്നും വേണ്ട ഇപ്പോൾ കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആളാണെങ്കിൽ. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ ക്ലയൻറ്റ് എന്തെങ്കിലും ഇമേജ് തന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ ഡ്രാഗ് ചെയ്തിടാം. ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു ഇമേജ് ജസ്റ്റ് ഒന്ന് എടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഇമേജിനെ ഇപ്പോൾ ഒന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഗ്രേ സ്കെയിലാക്കുക, ജസ്റ്റ് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്തിടുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ആ ഇമേജ് ബാക്ക്ഗ്രൗണ്ടിൽ വന്നിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ഇമേജിൻ്റെ റീസൈസ് ഒക്കെ ചെയ്യുന്നതെങ്കിൽ ഒന്നില്ലെങ്കിൽ കൺട്രോൾ ടി അടിക്കുക അല്ലെങ്കിൽ എഡിറ്റിൽ വന്നിട്ട് ട്രാൻസ്ഫോം കൊടുക്കുക. എന്നിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് വേണം നിങ്ങളിതിൻ്റെ സൈസൊക്കെ റീസൈസ് ചെയ്യാൻ. ഇപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് നമുക്ക് എഡിറ്റ് ചെയ്യണം. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എന്ത് വേണമെങ്കിലും ചെയ്യാൻ. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നു എന്നേ ഉള്ളൂ. ഇപ്പോൾ സജിൽ ലത്തീഫ് എന്നുള്ള നെയിം കുറച്ചുകൂടി താഴത്ത് ഇറക്കി വെച്ചു. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എന്ത് എഡിറ്റിംഗ് വേണമെങ്കിലും ഇതിൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ മറ്റൊരു ടെംപ്ലേറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല ടെംപ്ലേറ്റ്സ് തന്നെയാണ് ഇതെല്ലാം. ഇത് വെച്ച് മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. കളേഴ്സ് എല്ലാം ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. അതല്ല പുതിയ ടെംപ്ലേറ്റ്സ് ഒക്കെ വേണമെങ്കിൽ വരും ദിവസങ്ങളിൽ ഞാൻ കൂടുതൽ നിങ്ങൾക്ക് തരുന്നതാണ് ഫ്രീ ആയിട്ട് തന്നെ. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ടെക്സ്റ്റും ഇതുപോലെ തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക, നമ്മുടെ ഇഷ്ടാനുസരണം ചേഞ്ച് ചെയ്യുക. അപ്പോൾ ഈ ടെക്സ്റ്റ് എല്ലാം ഇപ്പോൾ ഓൾറെഡി ഒരുപാട് എഫക്ട്സും ഫങ്ഷൻസ് എല്ലാം ആഡ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റാണ്. ഇതൊന്നും നിങ്ങൾ ഒന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം എഫക്ട്സ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സെക്ഷനിൽ ഓൾറെഡി ഇപ്പോൾ അതിൻ്റെ എഫക്ട്സ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് ഈ ടെക്സ്റ്റിലെല്ലാം. അതൊന്നും നിങ്ങൾ യാതൊരു ചേഞ്ചും ചെയ്യേണ്ട. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക, ബാക്ക്ഗ്രൗണ്ട് ഫോൾഡറിൽ പോവുക, കളർ ആവശ്യാനുസരണം നേരത്തെ കാണിച്ച പോലെ ചേഞ്ച് ചെയ്തെടുക്കുക. ഓക്കെ, വളരെ സിമ്പിളാണ്. അപ്പോൾ ഫോട്ടോഷോപ്പ് ഇപ്പോൾ യാതൊരു സ്കിൽസും ഇല്ലാത്ത ആളുകൾക്ക് വരെ ഇത് ചെയ്യാം. പക്ഷേ ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോസിൽ പറഞ്ഞതുപോലെ തിങ്കളാഴ്ച ഞാൻ പുതിയൊരു ചാനൽ തുടങ്ങുന്നുണ്ട്. സോഫ്റ്റ്വെയർ റിവ്യൂസും അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ നിങ്ങളെങ്ങനെ പഠിപ്പിച്ചെടുക്കാം എന്നുള്ളതിനെ കുറിച്ചൊരു ചാനലാണ്. അതിലിപ്പോൾ കൂടുതലും ഗ്രാഫിക് ഡിസൈനിങ്, വീഡിയോ എഡിറ്റിംഗ്, അതുപോലെ തന്നെ ഡാറ്റ എൻട്രി ചെയ്യുന്ന വർക്കുകൾ, ഡാറ്റ എൻട്രി ചെയ്യുന്ന രീതികൾ എങ്ങനെയാണ്, അതിൻ്റെ സോഫ്റ്റ്വെയർസ് എങ്ങനെയാണ് മുതലായ കാര്യങ്ങൾ ബേസിക്സ് മുതൽ അഡ്വാൻസ് വരെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ച് തരുന്നതാണ്. അപ്പോൾ യാതൊരു സ്കിൽസും ഇല്ലാത്ത ആളുകൾക്ക് ഫോട്ടോഷോപ്പ് ആണെങ്കിലും അതുപോലെ തന്നെ വീഡിയോ എഡിറ്റിംഗ് ആണെങ്കിലും ഏറ്റവും താഴെ ബേസിക്സ് മുതൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാമെന്നുള്ള രീതിയിൽ ഉള്ള ക്ലാസ്സുകൾ ഞാൻ എടുക്കുന്നതാണ്. അപ്പോൾ ആ ചാനൽ നാളെ റിലീസ് ആവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇപ്പോൾ ഗ്രൂപ്പിലും മറ്റു കാര്യങ്ങളിലും ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ചാനൽ സപ്പോർട്ട് ചെയ്തതുപോലെ അതും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ ഒരു ചാനലിലൂടെ നിങ്ങളിപ്പോൾ അത്യാവശ്യം കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റ് വർക്കൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ സൈഡായിട്ട് നിങ്ങൾക്കിപ്പോൾ നല്ല രീതിയിൽ ഫ്രീലാൻസിങ് എല്ലാം ചെയ്യാൻ സാധ്യമാകും. ഇപ്പോൾ യാതൊരു സ്കിൽസും ഇല്ലാത്തത് കാരണമാണ് ഒരുപാട് പേർക്കൊന്നും വർക്ക് കിട്ടുന്നില്ല അല്ലെങ്കിൽ ചെയ്യാൻ അറിയുന്നില്ല എന്നൊക്കെ ഒരുപാട് കമൻറ്റ്സ് വരുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾ തീർച്ചയായിട്ടും ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഓരോ വീഡിയോസും 1 by 1 ആയിട്ട് കാണുക. തുടക്കം മുതലേ കാണണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സ്കിൽഡായിട്ട് വർക്ക് ചെയ്യാൻ സാധ്യമാകുള്ളൂ. ബേസിക്സ് എന്തായാലും നിങ്ങൾ പഠിക്കണം. എന്നാൽ മാത്രമേ കൂടുതൽ അഡ്വാൻസ് സ്റ്റേജിലേക്ക് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതും കൂടി ഒന്ന് ആ ചാനൽ കൂടി എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീണ്ടും നമുക്ക് ഇതിലേക്ക് തിരിച്ചു വരാം. ഈ ഒരു ഫയൽ ഇപ്പോൾ നമ്മൾ ക്ലയൻറ്റിൻ്റെ ഡീറ്റെയിൽ അനുസരിച്ച് എഡിറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ഓക്കെ, ഈ ഒരു ഇമേജ് നമുക്കിപ്പോൾ വേണമെങ്കിൽ റിമൂവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഓരോ ലെയറായിട്ട് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, റിമൂവ് ചെയ്യാൻ ഞാൻ നേരത്തെ എടുത്ത ഇമേജ് തന്നെ വീണ്ടും വേണമെങ്കിൽ നമുക്കിവിടെ ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ആകെ ചെയ്യേണ്ടത് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ഇപ്പുറത്തേക്ക് ഇട്ടാൽ മതി. എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ കൺട്രോൾ ടി അടിക്കുക, റീസൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ എഡിറ്റിൽ പോയിട്ട് ട്രാൻസ്ഫോം ചെയ്യാം. ദെൻ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്ലയൻറ്റ് എന്തെങ്കിലും ഇമേജ് തരുന്നു എന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ക്ലയൻറ്റ് തരുന്ന ടെക്സ്റ്റ് ഞാൻ നേരത്തെ കാണിച്ച പോലെ ആഡ് ചെയ്തെടുക്കുക. ഇനി ഫയൽ സേവ് ചെയ്യേണ്ടത് ഫയലിൽ പോവുക, സേവ് ആസ് കൊടുക്കുക.
ഒന്നില്ലെങ്കിൽ PNG ആയിട്ട് സേവ് ചെയ്യാം, അല്ലെങ്കിൽ JPG ആയിട്ട് സേവ് ചെയ്യാം. ഓക്കെ, സേവ് ചെയ്തതിന് ശേഷം ക്ലയൻറ്റിന് സബ്മിറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു ഇമേജ് ജസ്റ്റ് ഒന്ന് സേവ് ചെയ്താൽ അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ആ ഒരു ഇമേജ് ഞാൻ ഇപ്പോൾ ചെയ്തത്. നമുക്കിതിൻ്റെ ക്വാളിറ്റി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം ഹൈ ക്വാളിറ്റി പ്രീമിയം ഫയൽസ് ആണ് ഇതെല്ലാം. നിങ്ങൾ ഫോണ്ട് സൈസും എല്ലാം ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ ക്വാളിറ്റി യാതൊരു ഡിഫറൻസും വരില്ല. നല്ല HD ക്വാളിറ്റി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഇബുക്ക് കവർ കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് അത്യാവശ്യം നല്ല വർക്ക് കിട്ടാൻ ചാൻസ് ഉള്ളൊരു സർവീസാണ്. അപ്പോൾ കൂടുതൽ ഗ്രാഫിക് റിലേറ്റഡ് ആയിട്ടുള്ള സർവീസുകളും ടെംപ്ലേറ്റ്സും നിങ്ങൾക്ക് ഇനിയുള്ള വീഡിയോസിലൂടെ ഞാൻ തരുന്നതാണ്. അതുപോലെ തന്നെ ഇത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ഗിഗ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എടുക്കേണ്ട കാറ്റഗറി എന്ന് പറയുന്നത് ഗ്രാഫിക് ഡിസൈൻ, അതുപോലെ തന്നെ ബുക്ക് ഡിസൈൻ, ദെൻ ബുക്ക് കവർ ഡിസൈൻ. ഈ ഒരു സെക്ഷനാണ് കാറ്റഗറിയും സബ് കാറ്റഗറി ആയിട്ട് നിങ്ങൾ എടുക്കേണ്ടത്. അപ്പോൾ ഡിസ്ക്രിപ്ഷനും മറ്റു ടൈറ്റിലും എല്ലാം എപ്പോഴും പറയുന്നത് പോലെ നിങ്ങളുടേതായ രീതിയിൽ ഒന്ന് റീറൈറ്റ് ചെയ്ത് മറ്റുള്ളവരുടെ നോക്കി കോപ്പി പേസ്റ്റ് ചെയ്യാതെ നിങ്ങളുടേതായ രീതിയിലൊന്ന് റീറൈറ്റ് ഒക്കെ ചെയ്തിട്ട് എഴുതുക. കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഗിഗ് അപ്രൂവ് ചെയ്യില്ല, അല്ലെങ്കിൽ റിമൂവ് ചെയ്യാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കീവേഡ് അല്ലെങ്കിൽ ടാഗ് എന്ന് പറയുന്നത് ഈ സെയിം തന്നെ നിങ്ങൾ കൊടുത്താൽ മതി. കവർ ബുക്ക് കൈൻഡിൽ ഡിസൈൻ ഇ ബുക്ക് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ റിക്വയർമെന്റ് സെക്ഷനിൽ നിങ്ങൾ കൊടുക്കേണ്ടത് പ്ലീസ് പ്രൊവൈഡ് യുവർ പിക്ചർ ടെക്സ്റ്റ് ഫോർ ക്രിയേറ്റിംഗ് ഇ ബുക്ക് കവർ എന്ന് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. അതായത് ക്ലയൻറ്റ് നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ട ഡീറ്റെയിൽസ് ആണ് ഇത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതും കൂടി നിങ്ങളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബാക്കിയെല്ലാം നമ്മൾ സാധാരണ ഗിഗ് ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. ഇനി എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ കൂടി ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ, നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. സോ ഇനിയും പുതിയ വീഡിയോസും ട്രിക്സും അപ്ഡേറ്റ്സുമായി വരുന്നതാണ്. താങ്ക് യു സോ മച്ച്.